എനിക്കെന്താ വെച്ചാല് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാലത് അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് അങ്ങനെ ബ്രേക്കുകൾ എടുക്കാനായിട്ട് അത് ഭയങ്കര കൺവീനിയൻസ് ആണ്. അങ്ങനെ ബ്രേക്ക് എടുത്ത് വിശ്രമിച്ച് ബാക്കി ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത്രയും കൺവീനിയൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രം അങ്ങനത്തെ ബഡ്ജറ്റ് അല്ല നമ്മളുടെ മലയാള സിനിമയുടെ ഒരു സ്ട്രോങ് പോയിന്റ്. നമ്മളെപ്പോഴും കുറച്ച് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് ഇൻഡസ്ട്രികളിലുള്ള പോലെ മാസത്തിൽ 20 ദിവസം ഷൂട്ട് പിന്നെ 10 ദിവസം റെസ്റ്റ് പോലെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കില്ല. നമ്മളുടെ മലയാളി ഡയസ്പോറയാണ് കൂടുതലായിട്ടും മലയാള സിനിമകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു വരവിനനുസരിച്ചേ നമുക്ക് ഇത് ചെലവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു എത്ര മുടക്കിയാലും അതിൻ്റെ ഇരട്ടി സിനിമയിൽ കാണണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ ആ സിനിമ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി മഴ കാരണം കൊണ്ടൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമുക്ക് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മുന്നോട്ടുള്ള സിനിമകൾക്ക് നമ്മൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റുകളിൽ നിന്ന് മാറും. അപ്പോൾ ഒരു സിനിമയല്ല മാറാം, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളുടെയും ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് മാറും. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അതിനേക്കാൾ നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. ഒരു സ്കെഡ്യൂളിൽ അങ്ങോട്ട് സിനിമ തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്, പ്രൊഡ്യൂസർക്കും ലാഭമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം. അങ്ങനെയാണ് അന്നെന്ന് വെച്ചാൽ ആ മഴയത്ത് ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത അല്ല മഴയത്ത് നമ്മൾ ആ ഫൈറ്റ് സീക്വൻസ് മഴയത്തുള്ളത് ഒരു 6 ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും മഴ നനഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനകത്ത് ഞാനും അതിലുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും പ്രശാന്തന്റെ കുടയുണ്ടായിരുന്നു, ഇല്ല തലയിലൊരു തോർത്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് കുടയുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഈ മഴയത്തൊക്കെ നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിജോൻ പറഞ്ഞു എല്ലാവരും കുറച്ച് ടയർഡാണ്. ഞാൻ പറഞ്ഞു ഡിജോ അങ്ങനെ ഒരു ലക്ഷറി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് അവിടെ ഏറ്റവും കൂടുതൽ തലവത്തി പറഞ്ഞ ഞാൻ ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞ പിന്നെ വേറെ ആർക്കും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുക്കുമ്പോൾ ഈ ഇവരൊക്കെ പോകുന്നതിന്റെയും വരുന്നതിന്റെയും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നവരുടെ താമസത്തിന്റെയും തുടങ്ങിയിട്ടുള്ള എല്ലാ ചെലവുകളും പ്രൊഡ്യൂസറിന്റെ പോക്കറ്റിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനന്ന് വേണ്ട ഡിജോ നമുക്ക് നാളെ തൊട്ട് തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം, അപ്പോൾ എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ തവിട് കൂടി. പണ്ടത്തെ ഒരു ചുമയും പനിയൊക്കെ വരുന്നതിനേക്കാൾ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പനി ചുമ, ഞാനങ്ങനെ നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കത് അന്നൊന്നും അതൊരു കുഴപ്പം തോന്നിയിട്ടില്ല. ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അത്രയും നേരം തലനീരിറങ്ങിയതിൻ്റെ ആയിരിക്കാം, എൻ്റെ കഴുത്തുളുക്കി, ബാക്ക്, നടുവേദന, ഭയങ്കരമായിട്ടുള്ള ചുമ, ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വന്ന ഒരു കോഴ്സ്. അങ്ങനെയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ആ കോൺഫിഡൻസിൽ പറഞ്ഞതാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ എന്താ പറ്റിയത്, എന്നെ ലോറി ഇടിച്ചോ, എന്താ എനിക്ക് എണീക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന അത്രയും ടയർഡായിരുന്നു. അപ്പോഴാണ് ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തു. ഞാനൊരു 2 ദിവസം 3 ദിവസം റെസ്റ്റ് എടുത്തു. 3-4 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല, അത് വല്ലപ്പോഴും സംഭവിക്കണതാണ്. അതൊരു സാധാരണ പനിയായിരുന്നിട്ടുണ്ടാവില്ല. മറ്റേ കൊറോണയുടെ വല്ല വേരിയന്റും വന്ന് എന്റെ അഹങ്കാരത്തിന് എനിക്ക് തന്ന ശിക്ഷയായിരിക്കും. അഹങ്കാരമല്ല, അത് സതുദ്ദേശത്തോടുള്ള ഒരു എന്തായിരുന്നു. എന്തുവന്നാലും പനി ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ നമ്മളത് നോക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എന്റെ കോൺഫിഡൻസിൽ അത് പറഞ്ഞത്. പക്ഷെ ഇതില് കുറച്ച് നമ്മൾ തകർന്നു പോയി. പക്ഷെ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് കെയർഫുൾ ആണ്. ഞാൻ വൈറ്റമിൻ സി ഒക്കെ കഴിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള.